നമസ്കാരം. രാഷ്ട്രീയ അധികാരവും പോലീസ് സംവിധാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിൽ പുതിയതല്ല. എന്നാൽ ആലപ്പുഴയിലെ നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടെന്ന കേസും തുടർന്ന് ആ കേസിന്റെ അന്വേഷണത്തിൽ ഇടപെടൽ നടന്നെന്ന ആരോപണങ്ങളും വീണ്ടും ആ ബന്ധത്തെ പൊതുചർച്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. SIT റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ നിരീക്ഷണങ്ങൾ ഉണ്ടായെന്ന വിവരങ്ങൾ പുറത്തുവന്നതും റിപ്പോർട്ട് ഉടൻ നടപടിയിലേക്ക് പോകാതെ കൂടുതൽ വ്യക്തത തേടി DGP തിരിച്ചയച്ചതും രാഷ്ട്രീയ വിവാദത്തിന് ആക്കം കൂട്ടി. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം കേസിൽ ADGP MR അജിത് കുമാറിന്റെ ഇടപെടൽ സംബന്ധിച്ചുള്ള പുതിയ റിപ്പോർട്ട് അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം DGPക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘം 3 ആഴ്ച മുൻപ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് കൂടുതൽ വ്യക്തത തേടി കഴിഞ്ഞ ദിവസം DGP റവാഡ A ചന്ദ്രശേഖർ മടക്കി അയച്ചിരുന്നു. DGP നിർദ്ദേശിച്ച കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തിയ റിപ്പോർട്ടാണ് ഇന്നലെ വൈകിട്ട് സമർപ്പിച്ചത്. സംഭവത്തിലെ കേസ് ഡയറി തിരുത്തിയതിലടക്കം അജിത് കുമാറിന്റെ ഇടപെടൽ തെളിയിക്കുന്ന കൂടുതൽ നിർണായക വിവരങ്ങൾ പുതുക്കിയ റിപ്പോർട്ടിലുണ്ട് എന്നാണ് വിവരം. രക്ഷാപ്രവർത്തനം കേസിൽ അജിത് കുമാറിനെതിരെ നടപടി നീളുന്നുവെന്ന ആക്ഷേപത്തിനിടെ ആഭ്യന്തര വകുപ്പ് ഇടപെട്ടതോടെയാണ് റിപ്പോർട്ട് കൈമാറ്റം വേഗത്തിലാക്കിയത്. പുതുക്കിയ റിപ്പോർട്ട് നടപടിക്ക് ശുപാർശ ചെയ്ത് DGP ഉടൻ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് സമർപ്പിക്കും. തുടർന്ന് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലാകും വകുപ്പ് തല നടപടിക്ക് തീരുമാനമെടുക്കുക. DGP സ്ഥാനത്തേക്കുള്ള അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം തടയുന്നതിന് അതിവേഗ നടപടി വേണമെന്നാണ് രക്ഷാപ്രവർത്തന കേസിലെ ഇരകളായ AD തോമസ് MLA യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിന്റെയും നിലപാട്. ഇരുവരും ഇന്ന് മുഖ്യമന്ത്രിയെ കാണാനിരിക്കെയാണ് ഇന്നലെ വൈകിട്ടോടെ റിപ്പോർട്ട് DGPക്ക് മുന്നിലെത്തിയത്. SIT DGPക്ക് സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിൽ കേസ് ഡയറി തിരുത്തിയതിൽ അജിത് കുമാറിനേക്കാൾ അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള സെക്കൻഡ് ഗ്രേഡ് SIമാരുടെ ഇടപെടലുകളെ കുറിച്ചാണ് പരാമർശമുണ്ടായിരുന്നത്. കേസിൽ തിരിമറി നടക്കുമ്പോൾ അജിത് കുമാർ തന്റെ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല എന്നും വാദമുണ്ട്. ഈ സാഹചര്യത്തിൽ അജിത് കുമാറിനെതിരെ നടപടിയെടുത്താലും കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് DGPക്ക് നിയമോപദേശം ലഭിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ വ്യക്തത തേടി അന്വേഷണ റിപ്പോർട്ട് മടക്കിയത്. അഗ്നിരക്ഷാസേനാ മേധാവി നിതിൻ അഗർവാൾ 31-ന് വിരമിക്കുമ്പോൾ അജിത് കുമാറിന് DGP റാങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കെയാണ്. സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റി 20-ന് യോഗം ചേരും. അതേസമയം നിയമപരമായി നോക്കുമ്പോൾ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപ് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് ആവശ്യമായ നിയമപരമായ വ്യക്തത ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണെന്നും സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് തിരികെ അയച്ച നടപടി രാഷ്ട്രീയ സംരക്ഷണമാണോ അതോ നിയമപരമായ സൂക്ഷ്മതയാണോ എന്നതാണ് ഇപ്പോഴുള്ള പ്രധാന ചർച്ച. ഈ കേസിന്റെ രാഷ്ട്രീയ മാനങ്ങൾ പരിശോധിക്കുമ്പോൾ 2 തലങ്ങളാണ് കാണുന്നത്. ഒന്നാമത്, മുൻ സർക്കാരിന്റെ കാലത്ത് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കാർ നിയമപരമായി മുന്നോട്ട് പോവുകയാണെന്ന സർക്കാരിന്റെ വാദം. മറുവശത്ത് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള വിമർശകർ ഉയർത്തുന്നത് അന്വേഷണം വൈകുന്നതിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള ശ്രമമുണ്ടോ എന്ന ചോദ്യമാണ്. SIT റിപ്പോർട്ടിൽ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെയാണ് ഈ സംശയങ്ങൾ കൂടുതൽ ശക്തമായത്. ഈ കേസിന്റെ പ്രത്യാഘാതം ഒരു ഉദ്യോഗസ്ഥന്റെ ഭാവിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പോലീസ് സേനയുടെ സ്വതന്ത്രത, അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത, രാഷ്ട്രീയ ഇടപെടലിന്റെ പരിധി, അധികാര ദുരുപയോഗത്തെക്കുറിച്ചുള്ള പൊതുസമൂഹത്തിന്റെ ആശങ്ക എന്നിവയെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് വിലയിരുത്തപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അന്തിമ തീരുമാനവും തുടർ നടപടികളും കേരളത്തിലെ നിയമവാഴ്ചയുടെയും ഭരണ നിഷ്പക്ഷതയുടെയും പരീക്ഷണക്കല്ലായി മാറിയിരിക്കുകയാണ്.